ഹലോ, ഹായ് പറ. തുടക്കുകയാണ്. അപ്പം എല്ലാവർക്കും നമ്മുടെ ഇനി തുടയ്ക്കണ്ട, മതി കേട്ടോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവള് കപ്പ തിന്നുകൊണ്ടിരുന്നാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇങ്ങനെ പൊടിയൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ ഞാൻ തുടച്ചു കൊടുത്തപ്പോൾ അവളും ഡ്രസ്സ് കൊണ്ട് തുടയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് സന്തോഷമുള്ളൊരു ദിവസമാണെന്ന്. സന്തോഷമുള്ള ദിവസം ഇന്നല്ല, 2 ദിവസം മുന്നായിരുന്നു. അപ്പോൾ ഒരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ച് എടുക്കാൻ പറ്റിയില്ല. 2 ദിവസം ഡിലേ ആയി, കുറച്ച് തിരക്കുകളൊക്കെ ആയതുകൊണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ അടുത്തൊക്കെ ഒരു ഹാപ്പി ന്യൂസ് പറയാൻ വേണ്ടിയിട്ട് ആണ് വിളിച്ചത് കേട്ടോ. ഒരു വലിയ നന്ദിയുണ്ട്. നമുക്ക് 1000K, അതായത് 1000K സബ്സ്ക്രൈബേഴ്സ് അയക്കുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാം, നമുക്ക് മോണിറ്റൈസ് ആവണമെങ്കിൽ ഫസ്റ്റിലൊരു പ്രധാന ഘടകം ഈ 1K സബ്സ്ക്രൈബേഴ്സ് ആവുകയാണെന്ന് അറിയാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇത് എന്താ ഇപ്പോൾ ഇത്ര അറിയാൻ, എല്ലാവർക്കും 1000 ആവുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിലർ ചിന്തിക്കാം. പക്ഷേ നമ്മളെ സാധാരണക്കാരായ നമ്മളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വലിയ കാര്യമാണ്. കാരണം നമുക്ക് ഒത്തിരി വ്യൂസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ചെയ്യാൻ ആയതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ആ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിയും കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ദിവസവും നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചാൽ അത് നടക്കുന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് കേട്ടോ ഞാൻ എന്ന വ്യക്തി. അപ്പോൾ എല്ലാവർക്കും സബ്സ്ക്രൈബ് ചെയ്ത, എന്നെ സപ്പോർട്ട് ചെയ്ത, വീഡിയോസൊക്കെ ഷെയർ ചെയ്തിട്ട് മറ്റുള്ളവരൊക്കെ കാണാൻ കാരണമായ എല്ലാവർക്കും നന്ദി പറയുന്നു കേട്ടോ. അവളിങ്ങനെ ഇരിക്കില്ല, ഒരിടത്ത് ഇരിക്കില്ല, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. വീഡിയോ എടുക്കല്ലേ, അങ്ങോട്ട് നോക്ക്, ഹായ് പറ, ഹായ്. അപ്പോൾ ഇനിയും തുടർന്നും നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് വേണമെന്ന് ആഗ്രഹിക്കുക കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ എഫേർട്ട് ഇട്ടിട്ട് കുഞ്ഞ് ഉറങ്ങുന്ന സമയത്തൊക്കെയാണ് നമ്മൾ ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുന്നത് നല്ല കാര്യമാണെന്ന് അറിഞ്ഞിട്ടാണ് ഞാനിങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നത്. അതിന് ഇച്ചിരിയൊക്കെ എഫേർട്ട് ഇട്ടിട്ടാണ് വീഡിയോസ് ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ പരിധിയിൽ നിന്ന് അല്ലെങ്കിൽ പരിമിതികളിലൊക്കെ നിന്നുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇനിയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതേപോലെ ഒത്തിരി ഇൻഫോർമേറ്റീവായ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ കൂടുതൽ പേരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി മോണിറ്റൈസൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ അതിനൊക്കെ നിങ്ങളുടെ ഹെൽപ്പ് വേണം. മോണിറ്റൈസൊക്കെ ആയാൽ ഇതേപോലെ ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട് എല്ലാം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ എന്തിനാണ് ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മളെപ്പോലെ ബിഗിനേഴ്സായിട്ടുള്ളവരുണ്ടാവില്ലേ, ഫസ്റ്റ് വീഡിയോ ചെയ്തിട്ട് റീച്ച് ആവുന്നില്ല, സബ്സ്ക്രൈബേഴ്സ് കൂടുന്നില്ല, അല്ലെങ്കിൽ 100 സബ്സ്ക്രൈബറിൽ നിൽക്കുകയാണെന്നൊക്കെ പറയുന്നവർക്കുള്ള പ്രചോദനമാണ്. എൻ്റെ ചാനലും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷേ അത് നമ്മൾ റെഗുലറായിട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് നല്ല ബൂസ്റ്റായിട്ട് മുന്നിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. റെഗുലറായി വീഡിയോ ഇടാൻ ശ്രമിക്കുക. അതേപോലെ എന്നെ പോലെയുള്ള വീട്ടമ്മമാർക്കൊക്കെ ഇതേപോലെ യൂട്യൂബിൽ നമുക്ക് മോണിറ്റൈസ് ചെയ്തിട്ട് വരുമാനമൊക്കെ കിട്ടുകയാണെങ്കിൽ 1 രൂപയെങ്കിൽ 1 രൂപ അത് നമുക്ക് നമ്മളെ അപേക്ഷിച്ചിട്ട് വലിയ കാര്യമല്ലേ. സ്വന്തമായിട്ട് നമ്മൾ സമ്പാദിക്കുന്നത് എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ അല്ലേ. അപ്പോൾ മോണിറ്റൈസേഷൻ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ഹെൽപ്പ് വേണം എന്തായാലും കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും, ബായ്.